ഇപ്പൊ എന്റെ വീട്ടില് ഒരു DOP ആവണ്ടെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട്. തെലുഗുലൊക്കെ കോള് വരുന്ന സമയത്തൊക്കെ അത് നമ്മൾ ഇവിടുന്ന് ചെയ്ത നല്ല നല്ല പടങ്ങൾ പോയതുകൊണ്ടാണ്. ഇപ്പൊ ആവേശം, ഈ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഇതൊക്കെ അവിടെ ഭയങ്കരമായിട്ട് ഹിറ്റാകുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ടെക്നീഷ്യൻസിന് ആക്സെപ്റ്റൻസ് കൂടി. ഇവിടെ എന്തും ചെയ്യാം, എന്തും ആക്സെപ്റ്റഡ് ആണ്. നല്ലതാണെങ്കിൽ ആക്സെപ്റ്റഡ് ആണ്, മോശമാണെങ്കിൽ പിന്നെ അത് ആരായാലും ഇതില്ല. എത്ര വലിയ ഡയറക്ടറായിട്ടും കാര്യമില്ല, എത്ര വലിയ DOP ആയിട്ടും കാര്യമില്ല, വലിച്ചിട്ട് ഒട്ടിക്കും, തിരിച്ച് നന്നായി ചെയ്തോ ഒട്ടി കൊണ്ടുവരും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു അലേർട്ടാണ്. അതങ്ങനെയാണ്, അത് കിട്ടാതൊന്നും ഇരിക്കില്ല. സിനിമ അങ്ങനെയാണ്. സിനിമ നമ്മൾ അത്രയും പ്രയത്നിച്ചാല് ഒരു പോയിന്റിലാകുമ്പോൾ അടിക്കും. ഇപ്പൊ മമ്മൂക്കൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടില്ല, ലാലേട്ടന് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടില്ല, എല്ലാവർക്കും ഉണ്ട്. സിനിമ ചെയ്തിട്ടേ മരിക്കൂ എന്ന് പറഞ്ഞ ഒരാള് അതൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ സിനിമ ചെയ്തിട്ടേ മരിക്കുള്ളൂ. ഇനി നമുക്ക് കളറിങ്ങിലോട്ട് വരാം. അല്ല, ഇത് ആക്ച്വലി കളറിങ്ങിന്റെ ക്ലാസ് ആണ്. ആസ് എ സിനിമാറ്റോഗ്രാഫർ, വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം എ കളറിസ്റ്റ്? ആക്ച്വലി നമ്മുടെ വിഷ്വൽ നശിപ്പിക്കാതെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തരിക എന്നുള്ളത് തന്നെയാണ് ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ മഞ്ഞയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞനെ ഏറ്റവും ബെസ്റ്റ് മഞ്ഞയായിട്ട് തിരിച്ചു തരിക. സോ എനിക്ക് അവിടെ വേറെ കളറിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ വേറെ പ്രോപ്പർട്ടി വെച്ചാൽ മതി. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ബുക്ക് ഇവിടെ ഇതിൽ റെഡ് ഉണ്ട്, മഞ്ഞയുണ്ട്. ഇത് എന്റെ പാലറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ വെച്ചത്, അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവിടെ മണ്ടത്തരം കാണിച്ച് വെച്ചതല്ല. അതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ഗ്രീൻ കളറ് ഒരു ചെടിയുണ്ട്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ ഒരു പ്രോപ്പർട്ടിയിൽ ഗ്രീൻ ഉണ്ടായിരുന്നു. ഗ്രീൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കളർ ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പം. അപ്പൊ ഞാൻ ഒരു ഗ്രീൻ വേറൊരു എന്തെങ്കിലും ഒരു ടോയ് കൂടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമില് ഞാൻ കളറിസ്റ്റിന് കൊടുത്തതിന് ശേഷം ഞാൻ വരുമ്പോൾ കാണുന്നത് ഈ പച്ച കുപ്പി ഒരു വയലറ്റ് കുപ്പിയാക്കിയിരിക്കുകയാണ്. ഞാൻ ഉറപ്പായിട്ട് ഞാൻ പ്രതികരിക്കും. കാരണം ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് അത് പച്ചക്കുപ്പി ഞാൻ കളർ പാലറ്റിന് വേണ്ടി വെച്ചതാണ്. മേ ബി ഈ പറഞ്ഞ പോലെ അതെനിക്ക് ചിലപ്പോൾ ഇഷ്ടമായേക്കാം. എന്നിരുന്നാൽ പോലും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സാധനം അതിനെ പച്ചേന്റെ ഏറ്റവും ഫൈനസ്റ്റ് പച്ചയാക്കുക. ഇതിനെ ഈ വിഷ്വലിൽ എങ്ങനെ ഇതിന് എത്രമാത്രം കറക്റ്റ് റെഡ് ആക്കുക, കറക്റ്റ് യെല്ലോ കറക്റ്റ് പിടിക്കുക, അതാണ് എനിക്ക് ഒരു കളറിസ്റ്റ് ഒന്നും വേണ്ടത്. അങ്ങനെ ഇതൊരു വേറെ കളറാക്കാമായിരുന്നെങ്കിൽ ഞാനത് വേറെ കളർ വെച്ചേനെ. മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കളറിസ്റ്റ് എനിക്ക് എത്രമാത്രം ഹെൽപ്ഫുൾ എന്നുള്ളത് അതാണ്. നമ്മൾ കൊടുക്കുന്നതിന് ഏറ്റവും ഫൈനസ്റ്റ് ആക്കി തരിക എന്നുള്ളതാണ്. മേ ബി അവര് ചിലപ്പോൾ നമ്മൾ കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അത്രയും പാലറ്റ് പഠിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് അവിടെ പച്ച വന്നു കഴിഞ്ഞാൽ അതൊരു ഇമോഷൻ എന്തായിരിക്കും. ഇപ്പൊ ഈ പറയുന്ന പോലെ പച്ച മാറ്റി ഒരു പേർപ്പിൾ ആക്കി എന്ന് വിചാരിക്കുക. ആ പേർപ്പിൾ എനിക്ക് അവിടെ ഒരു ഇമോഷൻ വേറെ തരാൻ പറ്റുമെങ്കിൽ ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ്. അല്ലാണ്ട് വെറുതെ അത് നിങ്ങൾക്ക് കാണാൻ കൊള്ളില്ല അതുകൊണ്ട് ഞാൻ വയലറ്റ് ആക്കി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ച പച്ചക്ക് മീനിങ് ഉണ്ട്, നിങ്ങൾ വെച്ച വയലറ്റിന് മീനിങ് ഇല്ലെങ്കിൽ അതൊരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഷൂട്ടിന്റെ സമയത്ത് 80% കളർ എങ്ങനെയായിരിക്കും എന്നുള്ള പ്യുവർ ജഡ്ജ്മെന്റിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാറ്. അത് എങ്ങനെ വരണമെന്നും എനിക്ക് ഭയങ്കര ധാരണത്തോടെ തന്നെ ഷൂട്ട് ചെയ്യാറ്. അതിന് ഏത് രീതിയിൽ എന്റെ കളറിസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് നല്ല അറിയുന്നതുകൊണ്ടാണ് ഇന്ന കളറിസ്റ്റിനെ ഞാൻ വെക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ കളറിസ്റ്റ് ഇപ്പൊ അവർക്ക് കുറച്ചും കൂടി ഒരു ഇതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഫുൾ കളർ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്നെ അത് ഇഷ്ടപ്പെടുത്തുന്നെങ്കിൽ മാത്രമേ ഞാൻ ഓക്കെ അടിക്കുള്ളൂ. ഇപ്പൊ ഡയറക്ടറിന്റെ അടുത്ത് ഞാനിപ്പോ വേറെ ലെവല് ലോ ആംഗിൾ ഷോട്ട് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തെടുത്തു വിചാരിക്കാം. ഡയറക്ടറിന് അത് വർക്ക്ഔട്ട് ആയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ബിൽഡപ്പ് ആയിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? ഒരു കാര്യമില്ല. അദ്ദേഹം പറയും മേഡം എനിക്ക് വർക്ക്ഔട്ട് ആയില്ല. ഞാൻ തരുൺ മൂർത്തിന്റെ കൂടെ ഇപ്പം ഓപ്പറേഷൻ ജാവയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഷോട്ട് എടുത്തു. അതായത് നമ്മൾ ഇങ്ങനെ സിംഗിൾ ഷോട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക, ഭയങ്കര രസമുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ ബെസ്റ്റ് ഷോട്ടാണ്. തരുൺ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ എനിക്ക് മനസ്സിലായില്ല, എടാ അതിലൊരു വാവും ഇല്ല. ഞാൻ നോക്കടാ വാവ് ഷോട്ടല്ലേ, ഇത് കൊള്ളാം, ഇത് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. തരുണ് വാവ് അടിച്ചില്ല, പോയില്ലേ. ഞാൻ എത്ര നല്ല ഷോട്ട് ആവട്ടെ എന്ത് കാര്യം. പക്ഷെ എന്താക്കി, അടുത്ത ഷോട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ നേരെ വരുന്നു തിരിഞ്ഞ് അവരെ യൂട്ടേൺ അടിച്ച് തിരിഞ്ഞ് 180 വന്ന് നേരെ ഫുൾ 360 അടിച്ചിട്ട് ഫ്രണ്ടെല്ലാം നിന്നപ്പോ തരുൺ കൈയടിച്ചു. ആക്സെപ്റ്റഡ്. അവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ എന്തുണ്ടായി? അത് ഇംപ്രൂവ്ഡ് ആയി.
യെസ്. അവിടെ ഞാൻ പോലും ഞെട്ടിയ ഷോട്ടായി, എനിക്കും അത് വോവ് ഷോട്ടായി. അതാ പറയുന്നത്. അപ്പൊ അതേപോലെ ഞാനിപ്പോ ഒരു കളർ നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾ എന്നെ വാവ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആർക്കാണ് എടുക്കാൻ പ്രശ്നം? കാരണം ഇത് ഒരു നല്ല കളർ പരിപാടിയായി വന്നു, നല്ല സിനിമാറ്റോഗ്രാഫി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഗുണം രണ്ടുപേർക്കുമാണ്. അല്ലാതെ ഒരിക്കലും കളറിസ്റ്റ് മാത്രം ഇത് ഭയങ്കര ഗുണം ചെയ്യുന്ന മാത്രം ഒരു സിനിമാറ്റോഗ്രാഫിയും വരില്ല. സിനിമാറ്റോഗ്രാഫിക്ക് ഒരു നല്ലൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കളറിസ്റ്റും കൂടി തുല്യമായിട്ട് പങ്കുവെക്കാവുന്ന ഒരു അവാർഡാണ്. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞില്ലേ ഗ്രീനിനെ വയലറ്റ് ആക്കുന്നതാണ് വിഷയം. പ്രോപ്പർ ഹ്യൂ തന്നെ മാറ്റുമ്പോഴാണ് അവിടെ ഒരു ഇമോഷണൽ ചേഞ്ച് അത് വരുന്നത്. ഇൻസ്റ്റെഡ് അതായത് എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ അതിന് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ കളർ ചേഞ്ച് ചെയ്യുന്നതിനോടുകൂടി വലിയ താല്പര്യമില്ല ആക്ച്വലി. ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്തും പാലറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ മൂഡ് കറക്റ്റ് സെറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനൊരു ചെറിയൊരു ഷിഫ്റ്റ് വരുമ്പം ആ മൂഡ് ബ്രേക്ക് ആവുന്നുണ്ടോ, ഡെഫിനറ്റ്ലി ഞാൻ ഓക്കെ അടിക്കില്ല. മനസ്സിലായല്ലേ? നമ്മൾ മുംബൈ ബേസ്ഡ് ആഡ്സും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കോൺട്രാസ്റ്റി ലുക്കാണ്, കുറച്ചുകൂടെ പോപ്ഡ് അപ്പ് കളേഴ്സ് ആണ്. സോ അതിനെ പറ്റി എന്താ ഇക്കയുടെ അഭിപ്രായം? ലൈക്ക് ഇവിടെ നമ്മുടെ നാട്ടില് അതുപോലത്തെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സിനിമയില് ആഡ്സില് ഞാൻ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഫ്ലവർ പോട്ട്, ഇത് ഭയങ്കര മണ്ണ് പിടിച്ചു കിടക്കുകയാണ്, ഞാൻ അതിനെ മൈൻഡ് പോലും ചെയ്യില്ല. പക്ഷെ അത് ഭയങ്കര കളറ് ഡ്രസ് ഉണ്ടെങ്കിൽ ഞാൻ അതിലൊന്ന് എടുത്ത് നോക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് അവരുടെ സ്ട്രാറ്റജി. നിങ്ങളൊരു സാധനം മേടിക്കണമെങ്കിൽ അതിന് അത്രയും പോപ്പപ്പ് ചെയ്യുന്ന ഒരു കളറിലാണെങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് ഒരു ലുക്ക് പോവുള്ളൂ. അവര് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ ചുമ്മാ അതൊരു ഷോർട്ട് ഫിലിം പോലെ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആഡും ഒരുപോലെ ഇരിക്കുന്നത്. അതിലെല്ലാ ആൾക്കാരും കുളിച്ച് ഭയങ്കര വൃത്തിയായിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ക്യൂണായിട്ട് കൊടുത്ത് ഹൈലൈറ്റ് വേറെ കൊടുത്ത് നമ്മൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം ഒരു ഗോൾഡൻ ലെയർ കൊടുത്ത് അവര് മോൾബിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്തിനാ ഇത്രയും കോടി കൊടുക്കുന്നത്? 15 കോടി അല്ലെങ്കിൽ 20 കോടി ഒരു അഡ്വർടൈസ്മെന്റ് അവർ മുടക്കുന്നുണ്ടെങ്കിൽ ആ 15 കോടിക്ക് അവര് ആ ക്വാളിറ്റിയാണ് കൊടുക്കുന്നത്. ഏത് 15 ആഡാണ് ഭയങ്കര മോശമായിട്ടുള്ളത്? മിനിമം ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. ഇപ്പൊ വരുന്ന ആഡുകൾ എന്ന് പറയുന്നത് എല്ലാരും യൂട്യൂബിൽ ചെയ്യുന്ന ഇപ്പൊ റീൽസ് ചെയ്യുന്ന യൂട്യൂബേഴ്സാണ് ചെയ്യുന്നത്. അതിനൊരു കാലമുണ്ട്. അത് മാക്സിമം ഒരു 1 or 2 ഇയർ വരുമ്പോൾ അത് വീണ്ടും മാറി പഴയ പോലത്തേക്ക് ഇതിലെത്തും. ഞാൻ ആ പോപ്ഡപ്പിനെ അല്ല പറയുന്നത്, ആ ഒരു മൂഡുണ്ട്. ഇപ്പൊ ഒക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ചില ആഡ്സ് ഭയങ്കര കോൺട്രാസ്റ്റ് ഡാർക്ക് ആയിട്ട് കോൺട്രാസ്റ്റ് വെച്ചിട്ടാണ് അവർ പോപ്പപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇൻസ്റ്റെഡ് നമ്മുടെ ഇവിടുത്തെ കുറച്ച് ആഡ്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൈബ്രന്റ് ആക്കിയിട്ട് കുറച്ചുകൂടെ വൈറ്റ് ഹൈക്കി സംഭവമാണ്. അവിടെ കുറച്ചുകൂടെ ലോ കീല് ഇത് ചെയ്യുന്നുണ്ട്. അതിന് ആ ഒരു സ്റ്റൈലിനെ പറ്റി ഒന്ന്, നമ്മുടെ നാട്ടിൽ എന്തായാലും ബ്രൈറ്റ് മാത്രമേ ഇവിടുത്തെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. യെസ്, കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഒരു നാട്ടിൽ പോകുമ്പോ ആ നാടിനൊരു സ്വഭാവം ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവിടുന്ന് അവിടെ പോയി ചെയ്തിട്ട് വരുന്ന ആഡ്സും ഉണ്ട്. അത് ഉറപ്പായിട്ടും ഉണ്ട്, അത് അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ തെലുഗു സ്റ്റൈലിൽ ഒരു പുഷ്പ പോലത്തെ ഒരു പടം ഇവിടെ ഇറക്കുവാണെങ്കിൽ മേ ബി ഒരു പടം ചിലപ്പോൾ ഹിറ്റാവുമായിരിക്കും. ഇവിടെ KGF വന്ന ഹിറ്റാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിന്റെ ഒരു സ്വഭാവം ഞാൻ പറയാണ്, നമ്മുടെ മലയാളികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നോ എല്ലാം ഓക്കെ അല്ല. ഇതേ സാധനം ഇവിടെ വർക്കൗട്ട് ആവാത്തത് പുറത്തുള്ള ടീം വന്ന് ഇവിടെ കാണിക്കുമ്പോൾ വർക്കാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് നമ്മുടെ കുഞ്ഞില് ഈ പറയുന്ന പോലെ ഡോക്ടർ ആവാം, എല്ലാം ആവാം, പക്ഷെ നമ്മൾക്ക് താല്പര്യമില്ലാത്ത ഒരാൾ ആവണ്ട. പക്ഷെ മറ്റുള്ളവരുടെ കുട്ടി ഇപ്പം എന്റെ വീട്ടില് ഒരു DOP ആവണ്ടെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട്. ആ സമയത്ത് പുറത്തുനിന്ന് ഒരാൾ ഒരു സക്സസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ മക്കൾ DOP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എന്ന് അവർ പറയൂ. കാരണം പക്ഷെ അവർക്ക് ഓക്കെയാണ്. പക്ഷെ സ്വന്തം മകൻ സിനിമയിൽ പോകുന്നു പറയുമ്പോൾ അവർക്ക് ടെൻഷനാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന, ഇപ്പൊ നമ്മളൊരു തെലുഗു മൂവി കാണുന്നു, പുഷ്പ പോലത്തെ ഒരു മൂവി ഇവിടെ എടുക്കാന്ന് വിചാരിച്ചു, ആരും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ സൂപ്പർമാൻ ഇവിടെ വരുന്നു, കാരണം ക്വാളിറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ മലയാളികൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ക്വാളിറ്റി, കാരണം ക്വാളിറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികൾ, ഇപ്പൊ മാർക്കോ എന്ന് പറഞ്ഞ പടം, മാർക്കോക്ക് നമുക്ക് വിഷ്വലി കാണുമ്പോൾ തന്നെ അതിനൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ക്വാളിറ്റി ആയിരിക്കും ചിലപ്പോൾ ആ പടത്തിന്റെ ഹൈലൈറ്റ്. അത് നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല കഥയും കൂടി ഉണ്ടെങ്കിൽ ആ പടം ഉറപ്പായിട്ടും അടിക്കും. നല്ല കഥയും കൂടി ഉണ്ടെങ്കിൽ അത് അടിച്ചിരിക്കും. കാരണം ആ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ. ടീസർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, പക്ഷെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നേരെ മറിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ അയ്യേ ഇവരൊക്കെ എന്താണ് ചെയ്തു വെച്ചെന്നേ പറയുള്ളൂ. ആ ക്വാളിറ്റിയാണ്. വീണ്ടും ഞാൻ അതിലേക്ക് എത്തുന്നില്ലെന്ന്. ക്വാളിറ്റി ഈസ് ഡെഫിനറ്റ്ലി എ ഫാക്ടർ.
ബട്ട് ഈ ഒക്കെ പറഞ്ഞ ഒരു സ്റ്റൈൽ എന്നുള്ള ഇപ്പോൾ റീസെന്റ് ഞങ്ങളൊരു തെലുങ്ക് മൂവി ചെയ്തു. അവര് എനിക്ക് തന്ന റെഫറൻസ് ബ്രോ എനിക്ക് വേണ്ട മഹേഷിന്റെ ഒരു ടോണാണ്. ഇത് ഞാൻ അവിടെ ആന്ധ്രയിൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവര് കുറച്ചുകൂടെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഓക്കെ, അവർക്ക് ഈ സ്റ്റൈൽ വേണം. പക്ഷെ നമുക്ക് അവരെന്താണ് പറഞ്ഞ ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തു. പക്ഷെ നമുക്കിഷ്ടം അവരുടെ സ്റ്റൈലുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഇവരിത് മഹേഷിന്റെ പ്രതികാരമാക്കി അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പടം അവിടെ ആൾക്കാർക്ക് വർക്കൗട്ട് ആവില്ല. കാരണം അവിടുത്തെ ആൾക്കാര് നമ്മളൊക്കെ ആൾക്കാർ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എപ്പോഴും ഈ പറയുന്ന പോലെ നമ്മളായിട്ട് ഭയങ്കര എന്റർടൈൻ ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്കാരായിട്ട് എനിക്ക് ഫീൽ ചെയ്ത മലയാളികൾ എല്ലാ ഇതിലും. ഇപ്പം നമ്മൾ വൈകുന്നേരങ്ങളിൽ കൂടുക പരിപാടി എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ പോലും പുറത്ത് ഇപ്പൊ ഞാൻ ഹൈദരാബാദിലൊക്കെ കൾച്ചറിൽ പോകുമ്പോൾ ഇപ്പൊ ബാംഗ്ലൂർ കൾച്ചറിലൊക്കെ പോകുമ്പോൾ എല്ലാവരും സെൽഫിഷ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരാൾ മറ്റൊരാളുടെ കാര്യത്തിൽ ചിന്തിക്കാൻ പോലും സമയം എടുക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ലൈഫിൽ കിട്ടുന്നത് ഒരു വെള്ളിയാഴ്ച രാത്രി അവർക്കൊരു പടം കാണണമെങ്കിൽ അവർ എന്റർടൈൻ ചെയ്തിരുത്തണം. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ ഏത് പൊട്ട സമയത്തും നമുക്ക് ഏത് പടം കാണാനും മൂടാണ് മലയാളികളെ സംബന്ധിച്ചിട്ട്. നമുക്ക് അങ്ങനെ ഇന്നൊരു വൈബ്, നമുക്കൊരു ഹാപ്പി പടം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗംഭീര ഒരു പടം നീണ്ട കിഷ്കിന്ന കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ എല്ലാവരും കൈയടിച്ച് തിരിച്ചു വരുന്നുണ്ട്. അവിടെ ആൾക്കാർ ഫുൾ ഡൗൺ ആയി തിരിച്ചു വരുന്നില്ല. നേരെ സംബന്ധിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഈ പറയുന്ന ഹൈദരാബാദ് കൊണ്ടുപോയിട്ട് കിഷ്കിന്ന കാണാൻ കാണിക്കുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യണമെന്നില്ല. കാരണം അവര് പക്ക എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ പോകുന്നത്. അവിടെ അല്ലു അർജുൻ ഇപ്പം ഇന്നലെ പുഷ്പന്റെ സമയത്ത് ഒരു ലേഡി മരിച്ചു. ഇവിടെ കേരളത്തിലത് വളരെ വിരളമാണ്. അതെന്തുകൊണ്ടാ? കാരണം കേരളക്കാരുടെ കൾച്ചർ അങ്ങനെയല്ല. അവരങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, പുഷ്പ പോലെ ഇപ്പം മമ്മൂക്കയുടെ ഒരു പടം ഇറങ്ങുമ്പോൾ ഇവിടെ ഫാൻസ് അസോസിയേഷൻ എവിടെ ഇപ്പൊ ഇല്ല. എല്ലാരും യൂട്യൂബിലും ഫേസ്ബുക്കിലാണ് ഫാൻസ് അസോസിയേഷൻ. നേരിട്ട് പണ്ട് ചെണ്ട കൊത്തുന്നു, പാലൊഴിക്കുന്നു, ആ പരിപാടി ഒന്നും കാണുന്നില്ല. ഞാനിപ്പോ കമലഹാസൻ സാറിന്റെ മറ്റേ ഇന്ത്യൻ 2 കാണാൻ പോയ സമയത്ത് അവിടെ പാലഭിഷേകം പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പോഴും അവിടെ ഫയർ വർക്ക്സും പരിപാടി, ക്രൗഡ്, ബ്ലോക്ക്. നേരെ മറിച്ച് ഇവിടെ എവിടെയാണ് ബ്ലോക്ക്? അവർ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പണ്ട് ഈ പറയുന്ന പോലെ അസിസ്റ്റന്റ് ആയിട്ട് തമിഴ് പടം വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു റൂം കിട്ടി. വളരെ ചെറിയ റൂമായിരുന്നു കേട്ടോ. അതായത് നിന്ന് കഴിഞ്ഞാൽ തല മുട്ടും. അപ്പൊ അങ്ങനെ റൂമാണ് എനിക്ക് അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ കിട്ടിയത്. അപ്പം ഒരു സ്ട്രഗ്ലിംഗ് മൂവിയാണ്. രാവിലെ എണീറ്റ്, അപ്പൊ രാത്രി ആയതുകൊണ്ട് അങ്ങനെ കൂടുതലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ഡോർ തുറക്കുമ്പോഴത്തേക്ക് അവിടെ ദൈവങ്ങളുടെ ഫോട്ടോ. ഈ ദൈവങ്ങൾ ആരൊക്കെയാണെന്നറിയോ? ശിവാജി ഗണേശൻ സാർ, രജനീകാന്ത് സാറ്, എല്ലാവരും ഉണ്ട്. അതായത് അന്ന് ദൈവത്തിന്റെ കൂടെ, അതായത് ദൈവത്തിന്റെ റോളിൽ അഭിനയിച്ച, ഇപ്പം ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചത്, അങ്ങനെ റോളിൽ അഭിനയിച്ച, ബാബയായിട്ട് അഭിനയിച്ചത്, ഇതൊക്കെയാണ് അവരുടെ ദൈവത്തിന്റെ ഫോട്ടോ. കാരണം ഇവരെ സംബന്ധിച്ചിട്ട് ഇവരുടെ ആകെയുള്ള ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഫിലിമാണ്. അവർക്ക് പിന്നെ ഈ പറയുന്ന പോലെ രജനീകാന്തിന്റെ സാറിനെ കാണുന്നതൊന്നും ആക്സസ് ഇല്ല. നമ്മൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ടൊവിനോന്റെ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടാവും. ആ ആക്സസ് അവിടെ ഇല്ല. അവിടെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ആകെയുള്ള ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് സിനിമ മാത്രമാണ്. അപ്പൊ അവർക്ക് കാണുമ്പോൾ ദൈവങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ്. കാരണം അവരങ്ങനെയാണ്. ഇപ്പോഴും MGR സാറിന്റെ ടോമിന്റെ അടുത്ത് ആൾക്കാർ പോയിട്ട് ഇപ്പോഴും ചെവി വെച്ച് കേൾക്കുന്നത് കേട്ടത്. കാരണം മൂപ്പരുടെ വാച്ചിന്റെ ടിക് 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 സൗണ്ട് കേൾക്കുന്നത് ഹൃദയത്തിന്റെ സൗണ്ടാന്നുള്ള രീതിയിൽ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അവരുടെ എന്റർടൈൻ ചെയ്ത് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ ഈ ആൾക്കാരാണ്. ആ ഒരു കാലഘട്ടം ഇപ്പോഴും അവിടെ കീപ്പായിട്ട് നിൽക്കുന്നുണ്ട്. കേരളത്തിൽ അതില്ല. ഇന്ന് മമ്മൂക്ക നല്ലൊരു മൂവി ചെയ്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാലേട്ടൻ നല്ലൊരു മൂവി ചെയ്ത്, അവരൊരു മോശം മൂവി ചെയ്ത് കഴിഞ്ഞാൽ അവരെ വലിച്ചെടുത്ത് ഒട്ടിച്ച് തിരിച്ചവർ നല്ല പടം പൊക്കും. അതുപോലെ നമ്മുടെ അത് ഇവിടുത്തെ കൾച്ചറാണ്. എങ്ങനെ അത് മാറ്റിയെടുക്കാമെന്ന് എനിക്കറിയില്ല. ഇന്ന് തന്നെ നോക്കൂ, ഞാനിപ്പോ വേറൊന്നും കൊണ്ട് പറഞ്ഞത്, ഇപ്പൊ വാഴ ഭയങ്കര ഹിറ്റായി. വാഴയിൽ ആർട്ടിസ്റ്റ് ആരൊക്കെയാണ്? ആഷിർ, ഈ പറഞ്ഞ പോലെ ജോമോന്, അവരൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവര് ഒരു ടീം, അതായത് സിനിമയിൽ ഇപ്പുറത്ത് വേറെ തന്നെ ഒരു വേൾഡ് കിടപ്പുണ്ട്. ഇതിപ്പോ പുതിയൊരു ടീമാണ്. അത് മലയാളത്തിൽ മാത്രമേ സംഭവിക്കുള്ളൂ. മനസ്സിലായില്ല? തമിഴിലും ഇല്ലേ പുതിയ ആൾക്കാരെ വെച്ച് മൂവീസ് ഉണ്ടെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് എന്താ പറയാ, അത്രക്ക് അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. തെലുങ്കുല അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഇവിടെ എന്തും ചെയ്യാം, എന്തും ആക്സെപ്റ്റഡ് ആണ്. നല്ലതാണെങ്കിൽ ആക്സെപ്റ്റഡ് ആണ്, മോശമാണെങ്കിൽ പിന്നെ അത് ആരായാലും ഇതില്ല. എത്ര വലിയ ഡയറക്ടർ ആയിട്ടും കാര്യമില്ല, എത്ര വലിയ DOP ആയിട്ടും കാര്യമില്ല, വലിച്ചിട്ട് ഒട്ടിക്കും, തിരിച്ച് നന്നായി ചെയ്തോ പൊക്കി കൊണ്ടുവരും. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചർ. എനിക്കിത് പറഞ്ഞപ്പോ ഓർമ്മ വന്ന്, ഞാൻ നോർത്തിലാ പഠിച്ചേ. അപ്പൊ നമ്മളെ വിളിക്കുന്ന മദ്രാസിന്നാ, സൗത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ മദ്രാസി. അപ്പൊ മദ്രാസി മൂവീസും എല്ലാം മറ്റേ രജനീകാന്ത് ഓരോന്ന് എറിയുന്നു, പറന്നു പോകുന്നു, ഈ സാധനമാണ്. അപ്പോൾ മദ്രാസി മൂവി മീൻസ്
ഇറ്റ്സ് ഗോൺ, എല്ലാം ഓവർ ആന്നുള്ള സാധനമാണ്. പക്ഷെ നൗ ദേ വാച്ച് ആൻഡ് കോൾ മീ എബിൻ ഭായ് വോ പ്രേമം മൂവി ഹേ ക്യാ ആപ്കെ പാസ്, बहुत अच्छी മൂവി. അതെ അതെ ഇപ്പൊ ഭയങ്കരമായിട്ട് മലയാളം ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അക്സെപ്റ്റൻസ് ആണ് കിട്ടിയത്. അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. എനിക്കിപ്പം തെലുഗുലൊക്കെ കോള് വരുന്ന സമയത്തൊക്കെ അത് നമ്മൾ ഇവിടുന്ന് ചെയ്ത നല്ല നല്ല പടങ്ങൾ പോയതുകൊണ്ടാണ്. ഇപ്പൊ ആവേശം, ഈ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഇതൊക്കെ അവിടെ ഭയങ്കരമായിട്ട് ഹിറ്റാകുമ്പോൾ, പ്രമേയുഗം, ഇതൊക്കെ അവിടെ ഭയങ്കരമായിട്ട് ഹിറ്റാകുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ടെക്നീഷ്യൻസിന് അക്സെപ്റ്റൻസ് കൂടി. അവരെ സംബന്ധിച്ചിട്ട് മലയാളത്തിൽ വരുന്നത് ഓക്കെ അവരെ ഫിക്സ്. അതെ, മലയാളം മൂവീസ് ഭായ് ബതാവോ ഓർ കോൺ സി മൂവി ദേഖേ, അങ്ങനെയാണ് ഇപ്പൊ അവർ ചോദിച്ചു തുടങ്ങിയത്. നേരത്തെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ അരെ മദ്രാസ് മൂവീസ് ബി ऐसी है ആ ഒരു സാധനം. ഇപ്പം അനുപമ ചോപ്രയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഐ മീൻ റൗണ്ട് ടേബിൾ. അതിൽ അനുരാഗ് കശ്യപ് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ വെട്രിമാരൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ ഡയറക്ടേഴ്സ് ഉണ്ടായ സമയത്തും അവരെല്ലാം സംസാരം മലയാളം മൂവി എങ്ങനെ ഇവർ ചെയ്യുന്നു, ഇവരെന്താണ് ചെയ്യുന്നത്, ഇതെന്തുകൊണ്ട്, അതായത് അവരുടെ സിനിമ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മലയാള സിനിമയിൽ സംസാരിക്കുന്നത്. സോ സത്യം പറഞ്ഞാൽ പ്രൗഡാണത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ നമ്മുടെ ആക്ടർ ഡ്രിവനിലോട്ട് മാറിയിട്ട് കുറച്ചുകൂടെ ഡയറക്ടർ ഓറിയന്റഡ് ആയി, സ്ക്രിപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് മൂവീസ് കണ്ടു തുടങ്ങിയെന്നു. ഈവൻ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഇപ്പം അശ്വിൻ കോക്കാവട്ടെ, ഈ പറയുന്ന ഇപ്പം ഷെസാം, ഈ പറയുന്ന ഉണ്ണി ബ്ലോഗ്, ഇവരൊക്കെ ഈച്ച് ആൻഡ് എവരി പേഴ്സൺസിന് എടുത്ത് പറയുന്നുണ്ട്. വഴിയേ പോകുന്ന ഒരാളെ വരെ അവരുടെ അഭിനയം ഇതാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ക്യാമറമാനെ എന്താണ് ഷൂട്ട് വെച്ചെന്നവരെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു അലേർട്ടാണ്. ഇതാ ഊളെ പരിപാടി കാണിച്ചല്ല, ഇതാ പിള്ളേരുണ്ട്, ആ ഒരു സാധനമില്ല, ആ ഒരു അലേർട്ട് ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ഫോഴ്സ്ഫുള്ളി അപ്പൊ പണ്ടത്തെ പോലെ പണിയറിയില്ലെങ്കിൽ നടക്കില്ല അല്ലേ എന്നുള്ള സാധനം വരും. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാതെ ഈ പറയുന്ന പോലെ ആരോടും ദേഷ്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മൾ നല്ല സാധനം കൊടുക്കുക, നല്ല പോലെ ഇവര് പറയും, നല്ലത് ചെയ്തില്ലേ നല്ലപോലെ തെറിയും കേൾക്കണം. അപ്പൊ അത് അങ്ങനെയാണ്, അത് ഓഡിയൻസ് കുറച്ചുകൂടെ നോളജബിൾ ആയി. എല്ലാരും ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ചില ആൾക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട് നല്ല സിനിമാഗ്രാഫി. എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് മെസ്സേജ് അയച്ചു, ഫോർവേഡ് ചെയ്തു, 1000 ബേബീസിന്റെ സിനിമാഗ്രാഫി എന്ത് രസമാണെന്ന് അവളുടെ കൂട്ടുകാരി പറഞ്ഞിട്ട് വോയിസ് അയച്ചത്. അവർക്കറിയില്ല ഇത് ഞാനാ ചെയ്തതെന്നുള്ളത്, അതായത് എൻ്റെ കൂട്ടുകാരിക്ക്. അപ്പൊ അവിടെ പോലും സിനിമാറ്റോഗ്രഫി എന്നുള്ള വാക്ക് ഞാൻ വിചാരിക്കും സിനിമാറ്റോഗ്രഫി, അത് നമ്മളിപ്പം ക്യാമറ കൊള്ളാന്ന് പറയാറുണ്ട്, പക്ഷെ സിനിമാറ്റോഗ്രഫി കൊള്ളാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആൾക്കാർ അത്രയും ക്ലീനായിട്ട് ഇതിൽ ഫുൾ ഇറങ്ങിയിരിക്കുന്നു. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചിലർക്ക് പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ ആകെ പെട്ടിരിക്കുകയാണ്. നോ, നല്ല മൂവീസ് അതുകൊണ്ടാണ് വരുന്നത്. ഇപ്പോ നല്ല പണ്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഒന്നും ആരെയും കുറ്റം പറയല്ല. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ടെക്നിക്കലി കൂടി നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് അവെയർഡായി ഭയങ്കരമായിട്ട്. ആ ഒരു അവെയർനെസ് നല്ലതാണ്. സോ നല്ല നല്ല പടങ്ങൾ ഇനിയും ഉണ്ടാവും. ഇപ്പൊ ആലോചിച്ച് നോക്ക്, പണ്ട് ഒരുപാട് മോശം പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അതിപ്പോ ഇല്ലല്ലോ, കുറഞ്ഞില്ലേ ഒരുപാട്. അനാവശ്യമായിട്ടുള്ള പടങ്ങൾ വരുന്നില്ലല്ലോ. മറ്റേ വെച്ചാൽ 300-400 പടം ഒരു വർഷം റിലീസ് ചെയ്യുമ്പോൾ അതിൽ 100 പൊട്ടപ്പടങ്ങളായിരിക്കും. അങ്ങനത്തെ ഒരു കൾച്ചർ ഇപ്പൊ ഇല്ല, വളരെ കുറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു മേ ബി ഈ യൂട്യൂബേഴ്സിനൊക്കെ പേടിച്ച് ഓടി എടാ നമുക്ക് നന്നായിട്ട് കുറച്ചുകൂടി എഴുതാണെന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്കായിരിക്കും മേ ബി. മനസ്സിലായോ? ഞങ്ങള് പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നവരാ, കളേഴ്സ് ആയിക്കോട്ടെ, എഡിറ്റേഴ്സ് ആയിക്കോട്ടെ, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഇവരെ ആരും പുറത്തു ലോകം അറിയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളും ക്യാമറയുടെ പുറകിൽ വർക്ക് ചെയ്യുന്നവരാ. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ നമ്മൾ ഇത്രയും വർക്ക് ചെയ്യുന്നു പക്ഷെ ആരും നമ്മളെ അറിയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നില്ല എന്ന്? തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചതാണ് ഓപ്പറേഷൻ ജാവ. ഓക്കെ, അത് വിചാരിച്ചു. ക്രിസ്റ്റഫറും ഞാൻ അവാർഡ് അല്ലെങ്കിൽ പോലും ഭയങ്കര റെക്കഗ്നൈസേഷൻ ഞാൻ വിചാരിച്ചു. അതങ്ങനെയാണ്. അത് നമ്മൾ ഒരു ടൈം ഉണ്ട്, ഒരു ടൈം വരുമ്പം അത് നമ്മൾ അങ്ങനെ എത്തിക്കയറും. ഞാൻ പറയട്ടെ, ഇപ്പം ഒരുപാട് ഡയറക്ടേഴ്സ്, ഇപ്പൊ കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഇപ്പൊ കിഷ്കിന്ദയാണ് ചെയ്തത്. കക്ഷി അമ്മിണിപ്പിള്ള ചെയ്ത സമയത്ത് ആ പടത്തിന് ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. പടം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അക്സെപ്റ്റൻസ് കിഷ്കിന്ദ കാണത്തിന് വന്ന് എന്ന് വെച്ച് അദ്ദേഹം ഇതിനു മുമ്പ് പടം ചെയ്തിട്ടില്ല എന്നല്ല. കിഷ്കിന്ദ കാണാൻ ഗംഭീര പടമായി, അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയിലേക്ക് കയറി, അവിടെ അക്സെപ്റ്റൻസ് വന്നു. സോ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ അതിനു വേണ്ടി പ്രയത്നിച്ച് അത്രയും ബെസ്റ്റ് സാധനം ഇനിയും ഉണ്ടാക്കുക. ടിൽ നൗ അപ്പൊ എന്റെ സാധനങ്ങൾ ആരും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്റെ മിസ്റ്റേക്ക് ആണ്. സോ ബെറ്റർ സാധനം ഇനിയും ചെയ്യാം. ബേബീസിലാണ് എനിക്ക് ഇത്രയും പേര് വീണ്ടും വന്നത്, മനസ്സിലായോ? അപ്പോ അതിനിപ്പം നിന്നു.
ഇനി അത് വെച്ചിട്ട് എനിക്ക് എത്ര പടം പിടിക്കാൻ പറ്റും? അടുത്ത പടം വരുന്നത് അതുപോലെ നല്ല പടം പിടിച്ചാൽ മാത്രമേ എനിക്ക് അടുത്ത ലൈഫുള്ളൂ. സോ നന്നായിട്ട് പ്രയത്നിക്കുക, നമ്മൾ റെക്കഗ്നേഷൻ കിട്ടുന്നവരെ വർക്ക് ചെയ്യുക. ചിലപ്പോൾ 60-ആം വയസ്സിലായിരിക്കും ഒരു പടം അറിയാൻ പോകുന്നത്. ഇപ്പൊ ജോയ് മാത്യു സാർ എത്രാമത്തെ വയസ്സിലാണ് ഡയറക്ട് ചെയ്തത് ഷട്ടർ? ഒറ്റ പടം കൊണ്ട് ഭയങ്കരമായിട്ട് അത് ഗംഭീര ഡയറക്ടറായി മാറിയില്ല അദ്ദേഹം. അപ്പൊ അതാണ് സെയിം. ഇപ്പൊ ഈ വൈറലിന്റെ കാലമാണ്. ഹനുമാൻ കൈൻഡ് എത്ര മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹിറ്റായത് ബിഗ് സ്റ്റെപ്പറാണ്. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആവേശത്തിൽ പാടിയിട്ടുണ്ട്, വേറെ എത്രയോ മ്യൂസിക് നമ്മൾ കേട്ടത് പാടിയിട്ടുണ്ട്. പിന്നെയാണ് നമ്മൾ തപ്പി ഇറങ്ങുന്നത്. മേ ബി ഒരെണ്ണം ഹിറ്റ് ആകുമ്പോൾ ബാക്കി എല്ലാം കണക്ട് ആയിട്ട്. ജെയ്ക്സ് ബിജോയ് തന്നെ എത്ര കാലം മുമ്പുണ്ടെന്ന് അറിയും. എത്ര കാലം മുമ്പുണ്ട്. പണ്ടത്തെ അവിടുത്തെ ആ സമയത്തുള്ള മ്യൂസിക് വീഡിയോസിലൊക്കെ ജെയ്ക്സ് ബിജോയ് ആണ്. ഇന്ന് ജെയ്ക്സ് ബിജോയ് ആ ഒരു പൊസിഷനിലെത്തി. അതങ്ങനെയാണ്. അത് ആ കിട്ടാതൊന്നും ഇരിക്കില്ല. സിനിമ അങ്ങനെയാണ്. സിനിമ നമ്മൾ അത്രയും പ്രയത്നിച്ചാല് ഒരു പോയിന്റിലാകുമ്പോൾ അടിക്കും. ഇപ്പൊ മമ്മൂക്കൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടില്ല, ലാലേട്ടന് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടില്ല, എല്ലാവർക്കും ഉണ്ട്. അതാണ്. അപ്പം ആ ഒരു സാധനം നമ്മൾ ഇങ്ങനെ കീപ്പ് ഓൺ. സത്യം പറഞ്ഞാൽ മമ്മൂക്കൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കൊതിയാവുകയാണ്. ടിൽ ഈ ഏജിൽ മൂപ്പര് എനർജറ്റിക്. ദൈവം സഹായിച്ചു അതുപോലെ തന്നെ പോട്ടെ. ഞങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സെഗ്മെന്റില് ഏറ്റവും കൂടുതൽ നമുക്ക് അരോചകമായി തോന്നുന്ന ഒരു വേർഡാണ് പോസ്റ്റിൽ പിടിക്കാം. അതുപോലെ നിങ്ങൾ സിനിമാറ്റോഗ്രഫി ഡിപ്പാർട്ട്മെന്റിലും എന്തെങ്കിലും അങ്ങനെ ഒരു വേർഡ് കാണുമല്ലോ? ഉറപ്പായിട്ടും പോസ്റ്റർ പിടിക്കുക എന്നുള്ളത് ചില സമയത്ത് ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, നമുക്ക് ലൈറ്റ് പോകുന്നു എന്നെല്ലാം കണ്ടു കഴിഞ്ഞാല് ആ വാക്യം എന്റെ വായിൽ വീഴാറുള്ളൂ. ഞാൻ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് നമ്മൾ കോർപ്പറേറ്റും നമ്മുടെ സിനിമയും തമ്മിലുള്ള വ്യത്യാസം. അതായത് വെബ് സീരീസ്, അതായത് കോർപ്പറേറ്റ് ചെയ്യുന്ന സിനിമകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്നത് നമ്മൾ പറയുന്നില്ലേ പോസ്റ്റ് പിടിക്കുക എന്നുള്ളത്, ഇൻ കേസ് പോസ്റ്റിൽ പിടിച്ചിട്ട് പാളിയാൽ പോലും സിനിമയെ വലുതായിട്ട് ബാധിക്കില്ല. നമ്മൾ ചിലപ്പോൾ ലൈറ്റ് വേരിയേഷൻ കണ്ടു കഴിഞ്ഞാലും ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയം വിഷ്വലി കണ്ടുകൊടുക്കുന്നത് പെട്ടെന്ന് ഒരു ഡാർക്കൊക്കെ അടിച്ചിട്ട് ബ്രൈറ്റ് ആയി, പിന്നെ ആ ഷോട്ട് എന്താ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ച് ബാക്ക് പോകുമ്പോൾ അത് ഭയങ്കര ഡാർക്കായിട്ടുള്ള വലിയ സംഭവിക്കാറുണ്ട്. നിങ്ങൾ നെറ്റ്ഫ്ലിക്സോ ഈ പറയുന്ന ആമസോണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഹോട്ട്സ്റ്റാറോ ഈ പറയുന്ന അങ്ങനെയുള്ള ഹോട്ട്സ്റ്റാർ, ഇപ്പൊ ഹോട്ട്സ്റ്റാറിന് ഡിസ്നിന്റെ ഒക്കെ വെബ് സീരീസിൽ ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഇത് കണ്ടതിന് ശേഷം ഒരു ഷോട്ടൊക്കെ എടുത്തു വന്നിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളാണല്ലോ അല്ലേ അല്ലേ അതെനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ പറയുന്ന പോലെ നമ്മൾ ഇതുപോലെ സിനിമയിൽ ഇതുപോലെ ചെയ്തു അതുകൊണ്ട് മറ്റേ ചെയ്ത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോസ്റ്റ് പിടിക്കുക എന്നുള്ളത് നമ്മൾക്ക് വെബ് സീരീസിൽ ചിന്തിക്കേ വേണ്ട. അത് ഭയങ്കര പണിയാണ്. കാരണം പോസ്റ്റിൽ പിടിക്കുക എന്നുള്ളത് ഇപ്പൊ ലൈറ്റ് വേരിയേഷന്റെ കാര്യത്തിൽ അല്ലാതെ ഇപ്പൊ ഒരുപാട് CG റിമൂവൽ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ലോ ആംഗിൾ വെച്ചു, ഫുൾ ലൈറ്റ് എൻ്റെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ മിനിമം 30 മിനിറ്റ്സ് വേണം. ആ റിമൂവൽ ഒരിക്കലും നടക്കില്ല. അവിടെ നമുക്ക് പോസ്റ്റ് പിടിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചേ പറ്റും. എല്ലാത്തിനും മെറിറ്റും ഡിമെറിറ്റും ഉണ്ട്. പോസ്റ്റർ ഉപയോഗിക്കുക എന്നുള്ള വാക്ക് ഒരിക്കലും മോശം വാക്കല്ല. അത് സത്യം പറഞ്ഞാൽ ഇത്രയും നല്ലൊരു വാക്ക് വേറെ ഇല്ല പോസ്റ്റ് പിടിക്കാൻ. കാരണം എല്ലാവർക്കും സമാധാനം തരുന്ന ഒരു സാധനമാണ്. പെട്ടെന്ന് ഞാൻ പറയട്ടെ, ഒരു മെയിൻ ഹീറോ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പോട്ടെ, ഒരു നല്ല ഗംഭീര ഫൈറ്റ് സീന്, എന്നിട്ട് അവസാനം അവരിങ്ങനെ ഫുള്ളായിട്ട് ഇതാക്കുന്നു. ചിലപ്പോൾ ഒരു കരയുന്ന സീന് ബാക്കിലൊരു ആർട്ടിസ്റ്റ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്യാൻ പോകുന്ന തോന്നാണ്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി റീച്ചൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവും വേറെങ്കിലൂടെ ഒരുത്തൻ ഇങ്ങനെ നടന്നു പോകുന്നു. ചിലപ്പോ നമ്മള് മിണ്ടില്ല. ആദ്യം സിനിമാറ്റോഗ്രാഫേഴ്സ് ആദ്യം എന്തായാലും കാണും, അസോസിയേറ്റ് എന്തായാലും ഫോക്കസ് ചെയ്യുന്നുണ്ട്, അവരും കാണും. ഇതെങ്ങനെ ഡയറക്ടറുടെ അടുത്ത് പറയുന്നെല്ലാം ഇങ്ങനെ ആക്കും. അവസാനം ഡയറക്ടറിന് ഇത് കണ്ടുപിടിക്കും. അപ്പൊ നമ്മള് നമുക്ക് പോസ്റ്റ് പിടിച്ചാ പോരെ, ചേട്ടാ നമുക്ക് പോസ്റ്റ് പിടിക്കാട്ടാ അങ്ങനെ പറഞ്ഞിട്ട് നമ്മള് ആ പോസ്റ്ററിലെ വാക്ക് നമ്മൾ എത്രമാത്രം സ്ട്രെസ് റിലീഫാന്നുള്ളതാണ്. സ്ട്രെസ് റിലീഫാണ് ആ പോസ്റ്റ് എന്നുള്ള വാക്ക്. സത്യം തന്നെയാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച സ്ട്രെസ് റിലീഫാണ് ആ വാക്ക്. നമുക്ക് പെട്ടെന്ന് ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന പോലെയാണ് ഈ പറഞ്ഞ പോലെ പോസ്റ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തലവേദന വന്നു ഒരു ടാബ്ലറ്റ് കഴിക്കുക, അതുപോലെ പെട്ടെന്ന് ടെൻഷൻ, പോസ്റ്റ്. സത്യം പറഞ്ഞ സ്ട്രെസ് റിലീഫാണ് പോസ്റ്റ്. ഇതുപോലെ ഞങ്ങൾക്ക് അരോചകമായ ഒരു വേർഡ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു നല്ല പോസ്റ്റ് വർക്കുകൾ വന്നാൽ മാത്രമേ നിങ്ങളുടെ ഒരു കമ്പനിക്കും ഗുണമുള്ളൂ. എന്ന് വെച്ച് നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ഞാനിപ്പോ പറയാറുണ്ട്, ഇപ്പൊ CG ടീമിന്റെ അടുത്തൊക്കെ നിങ്ങൾ ഇത് വെച്ചൊരു ബെഞ്ചൊക്കെ എടുക്കുമായിരിക്കും. അപ്പൊ അതിന്റെ പൊന്ന് അങ്ങനെയൊന്നും പറയല്ലേ, മാറാണ്. അതുപോലെ നിങ്ങൾ സിനിമാറ്റോഗ്രാഫിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ഭയങ്കര
നിങ്ങളുടെ ഫ്ലോയിനെ ബ്രേക്ക് ചെയ്യുന്ന ടൈപ്പ്? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര കൂളാണ്. ഞാനത് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്റെ ചീഫ് അരവിന്ദ്, ബാല, ഇവരൊക്കെയാണ് എനിക്ക് സ്ട്രെസ് തരാതെ അത് മാനേജ് ചെയ്യുന്നത്. ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഡയറക്ടർ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇറിറ്റേറ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ അവരുടെ അടുത്ത് കൊടുക്കും ആ പ്രശ്നം. അവര് ഇറിറ്റേറ്റ് ആയി ഓടി കിടക്കുന്നത് എനിക്കറിയാം. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ ഇങ്ങനെ നടന്നിട്ട് എന്തായി ആയാ 5 മിനിറ്റ് ഞാൻ വേണ്ടി എന്തായി ആയാ. അപ്പൊ ഞാൻ പൊതുവെ സ്ട്രെസ് എടുക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഐ മീൻ അത് എനിക്ക് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്. എനിക്ക് ആ സ്ട്രെസ് ഞാൻ എടുക്കാറില്ല. അത് നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് മാക്സിമം പോയി. അതിന് എന്റെ ടീം തന്നെയാണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഒരു സിനിമാറ്റോഗ്രഫി ടീം, ഇപ്പോൾ കുറേ പേര് സിനിമാറ്റോഗ്രഫി ഈ ഫീൽഡിൽ ആഗ്രഹിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അറിയത്തില്ല സിനിമാറ്റോഗ്രഫി DOP മാത്രം ഉണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ DOPയുടെ കൂടെ സപ്പോർട്ടിങ് ഹാൻഡ്സ് എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, എത്ര പേര് കാണും, അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സിനിമാറ്റോഗ്രാഫേഴ്സിനാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ക്രൂ ഉള്ളത്. അതായത് ഒരു സിനിമാറ്റോഗ്രാഫർ എടുത്തു നോക്കി കഴിഞ്ഞാല് അദ്ദേഹത്തിനോട് ചീഫ് അസോസിയേറ്റ് ഉണ്ട്, ചിലപ്പോൾ സെക്കൻഡ് യൂണിറ്റ് DOP ഉണ്ടാവും, ഫോക്കസ് പുള്ളർ ഉണ്ട്, ചിലപ്പോൾ രണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ 2 ഫോക്കസ് പുള്ളേഴ്സ് ഉണ്ടാവും. ഈ എന്റെ അസിസ്റ്റൻസ് തന്നെ ഒരു 3-4 പേരുണ്ടാവും. ഇപ്പൊ തന്നെ 9 ആയി. ക്യാമറയുടെ അസിസ്റ്റൻസ് ഉണ്ടാവും. ക്യാമറ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ക്യാമറയും അത് എടുത്തു വെക്കാനൊക്കെ ആയിട്ട് 6 പേര്. അപ്പൊ എത്ര DIT ഉണ്ടാവും. അപ്പൊ DIT ഉണ്ട്. അപ്പൊ തന്നെ 15 പേരായി. ഇത് കൂടാതെ 10 പേര് യൂണിറ്റില്. അവര് DOP പറഞ്ഞ എന്തും ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ദേ ആർ വെരി സ്ട്രോങ്. അവര് ഈ പറഞ്ഞ പോലെ ക്രെയിൻ യൂണിറ്റ് ഒരു 6 പേര് കൂട്ടും. ഈ ക്രെയിൻ യൂണിറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ നോക്കുമ്പോണ്ടാവും നമ്മൾക്കിപ്പോ ഒരു ഗിംബലിന്റെ ഒരു ഓപ്പറേഷൻ വേണമെങ്കിൽ അവിടെ 2 പേര് വരും. ജിബിന്റെ ടീം വന്നു കഴിഞ്ഞാൽ അവരൊരു 7 പേര്. ഇതൊക്കെ ഒരു ദിവസം ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ തന്നെ 40 പേരുണ്ടാവും. അപ്പൊ ഭയങ്കര രസമാണ്. പക്ഷെ ഒന്നുമില്ല, ഇതൊക്കെ പെട്ടെന്ന് ഈ പറയുന്ന ഡയറക്ടർ പാക്കപ്പ് വിളിച്ചാൽ എല്ലാരും പോകും. ഞാൻ പറഞ്ഞു അയ്യോ നിൽക്കുന്ന പറഞ്ഞാൽ ആരും നിൽക്കില്ല. സോ ഫൈനൽ വേർഡ് എപ്പോഴും ഈ ഡയറക്ടറാണ്. പക്ഷെ ഒരു DOPന്റെ സൈഡിൽ ഈ ഇതുപോലെ 10-40 പേരിന് വലിയ പടമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പൊ ഞാനിപ്പോ വാരണാസി ചെയ്യുന്ന പടത്തിൽ എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 10 മെയിൻ ആയിട്ട്, അതായത് എന്റെ ഇതിൽ ഞാൻ ഈ പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞത് ചീഫ് അസോസിയേറ്റ്, സെക്കൻഡ് DOP, ഒരു 3 അസിസ്റ്റൻസ്, ഗാഫർ. ഞങ്ങൾ സിനിമാറ്റോഗ്രഫി പഠിക്കാൻ പോകുമ്പോഴും ഞങ്ങൾക്ക് ആൾക്കുള്ള ആശ്വാസം അറ്റ്ലീസ്റ്റ് ലൈറ്റ് ബോയ് ആയിട്ട് പോവാം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിട്ട് പോവാം. ഓപ്ഷൻസ് ഉണ്ട് പഠിക്കാൻ വേണ്ടിട്ട് ഒരുപാട്. ഞാൻ അതാ പറഞ്ഞത്, ഈ മേക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയാണ് എല്ലാം ഇങ്ങനെ കണ്ട്. കാരണം അത് ആലോചിക്ക്, സിനിമാറ്റോഗ്രാഫർ ആവാൻ വേണ്ടിയിട്ട് മേക്കിംഗ് വീഡിയോ തിരഞ്ഞെടുക്കാന്ന് പറയുന്നത് തന്നെ അത് റിസ്ക് ആണ്. പക്ഷെ അത് റിസ്കേ അല്ല, പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. DOP ആവാൻ വേണ്ടിയിട്ടല്ല. ഒരു DP ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. അങ്ങനെ ഞാൻ മേക്കിംഗ് വീഡിയോന്റെ ഇമ്മീഡിയറ്റ്ലി ഞാൻ സിനിമാറ്റോഗ്രാഫർ ആവണം അല്ല. ഞാൻ അതിനുശേഷം അസിസ്റ്റന്റ് ആയി, അതിനുശേഷം അസോസിയേറ്റ് ആയി, എന്നിട്ടാണ് സിനിമയിലേക്ക് വന്നത്. ഇക്ക ഞാൻ ഇക്കയോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ടെക്നോളജി എന്തുണ്ട് എന്ന് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കുറെ കാര്യങ്ങളൊക്കെ അത് ചെയ്താൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുകൊണ്ട് മാത്രമാണ് ഹണ്ട് ചെയ്തത്. അങ്ങനെ ഏതെങ്കിലും ഒരു ടെക്നോളജി എന്നേലും ഇനി എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം സിനിമാറ്റോഗ്രഫിക്കലി, അങ്ങനെ തോന്നിയ എന്ത് ഡിവൈസ് ആണ് അല്ലെങ്കിൽ എന്ത് ടെക്നോളജിയാണ്? ഇപ്പൊ വെർച്വൽ പ്രൊഡക്ഷൻ എനിക്ക് ഇപ്പം ഞാൻ ഓൾറെഡി പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അന്നപൂർണ്ണയിൽ പോയി ടെസ്റ്റ് ചെയ്തു. പക്ഷെ ഇതൊരു സിനിമയിൽ വരണമെങ്കിൽ അത് അത്യാവശ്യം ബഡ്ജറ്റ് വരും. അപ്പം അതൊന്ന് ചെയ്താൽ കൊള്ളാന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്തിട്ട് അത് വിഷ്വലി അത് ഉണ്ടാക്കി അതിനനുസരിച്ച് മൂവ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിവിടുന്ന് മൂവ് ചെയ്യുമ്പോൾ വിഷ്വലി ബാക്ക്ഗ്രൗണ്ടും അതിനനുസരിച്ചിട്ട് മൂവ്മെന്റ് ചെയ്യുന്നൊക്കെ ഭയങ്കര ഗംഭീര പരിപാടിയാണെങ്കിലും, എനിക്ക് അവതാർ പോലെയൊക്കെയുള്ള പടങ്ങൾ അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ആർട്ടിസ്റ്റിനെ എനിക്ക് അത്രയും ഭയങ്കര, ഞാൻ ശരിക്കും വൗ അടിച്ചിരിക്കുന്നതാണ്. കാരണം നമ്മൾ സിനിമയിൽ കാണുമ്പോൾ എന്താണ്, ബാക്കിൽ നിന്ന് വലിയൊരു ഐറ്റം വന്ന് ഇടിക്കാൻ പോകുന്നതാണ്. നമ്മൾ ബിഹൈൻഡ് ദ സീൻ എന്താണ്, ഒരു ഒരു കൈ വന്നിട്ട് ഇങ്ങനെ വന്ന് റെഡിയാണ്. അതാണ് അവർ അത്രയും വലിയ സാധനമൊക്കെ ഓടൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ ആരെ കുറിച്ച് പറഞ്ഞത്, ആക്ടേഴ്സിനെ കുറിച്ചല്ല, ടെക്നോളജി. അപ്പം ഈ പറയുന്ന ഇത്രയും സംഭവങ്ങൾ ശരിക്കും ഗ്രീൻ മാറ്റ് വരുന്ന അത്രയും വലിയ പടങ്ങളിലാണ്. സോ അതാണ് എനിക്ക് ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്. ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് ഒരു 2 to 3 years എന്തായാലും എടുക്കും. കാരണം അങ്ങനെ ഒരു പടം നമ്മൾ ചെയ്യണമെങ്കിൽ വി ഷുഡ് ബി പ്രിപ്പയർഡ്, വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ മനസ്സിലായി, ഇപ്പൊ എനിക്കിപ്പോ പെട്ടെന്ന് KGF പോലത്തെ ഒരു പടം വരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഇപ്പൊ അവതാർ പോലത്തെ ഒരു പടം വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം 1 year ബ്രേക്ക് എടുക്കും. അതിപ്പം ഷൂട്ട് ആണെങ്കിൽ 3 months 4 months ഞാൻ ഒരു പടവും ചെയ്യില്ല. പിന്നെ
അതിനു വേണ്ടി ഡേ ആൻഡ് നൈറ്റ് ഫുൾ വർക്ക്ഔട്ട് ചെയ്ത് അതിന്റെ വർക്ക്ഷോപ്പ് ചെയ്തിട്ടായിരിക്കും പടം ചെയ്യുക. അപ്പൊ ബാക്കി ഏത് പടമായാലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് അത്രമാത്രം ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ, എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു ക്വിക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? ഓ മൈ ഗോഡ്, ഇത് ബാക്കിയുള്ള ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ പേടിയാണ്. ഇത് എങ്ങനെയാണ് ഈ റാപ്പിഡ് ഫയർ ഇവര് ഒന്നും ചിന്തിക്കട്ടെ, വായിൽ അപ്പ വരുന്ന ഇല്ല. അത് അതിപ്പോ വൈഫ് എപ്പോ പറയാറുണ്ട്, പിന്നെ നാവ് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കരുത്, ഇവിടുന്ന് കണക്ഷൻ പോയിട്ട് ഒന്ന് കറങ്ങിയൊക്കെ പോയിട്ട് കണക്ഷൻ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. അതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ കുറെ ഇന്റർവ്യൂസില് ഇങ്ങനെ വൈഫിനെ പറ്റി പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് വൈഫിന്റെ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്? ഫാമിലിയിലേക്ക് ഞാൻ വൈഫ്, എനിക്ക് ഓൾറെഡി ഉപ്പയുണ്ട്, എന്റെ 4 പെങ്ങന്മാരുണ്ട്, ഉമ്മ, നല്ല ഹാപ്പി ഫാമിലി മാഷാഅല്ലാ. അപ്പം ഈ പറയുന്ന എൻ്റെ കൂട്ടുകുടുംബമാണ്, എല്ലാവരും ഉണ്ട്, അങ്കിൾമാരുണ്ട്, ഉപ്പയ്ക്ക് 6 ബ്രദേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ വൈഫും ഞാനും ഉള്ള റാപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം, ഇപ്പം ഞാനിപ്പോൾ ഈ സംസാരിച്ച ഈ ഇന്റർവ്യൂ ഇപ്പം നമ്മൾ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഇന്റർവ്യൂ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളും ഒരു 1 ലൈൻ ആക്കിയിട്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ. അതെന്താ വെച്ചാൽ അത് അവിടെ നിർബന്ധം മാത്രമല്ല, എനിക്കും നിർബന്ധമാണ് അത് പറയണം എന്നുള്ളത്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും മൈന്യൂട്ട്, ഇപ്പം ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ ഒരുത്തൻ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എന്നെ തെറി വിളിച്ചിട്ട് പോയി, ഇതുവരെ ഞാൻ പറയും. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അതാണ് ഹാപ്പിനെസ്. ഇതുപോലെ ഓപ്പോസിറ്റ് അത് തന്നെയാണ്, ഫുൾ എല്ലാ കാര്യം വന്ന് പറയുന്നതാക്കുക. അപ്പം അത് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് തരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്നെ ഈ പറയുന്ന രീതിയിൽ ഞാൻ ആക്ച്വലി ഭയങ്കര ഒരു പാവമായിട്ടുള്ള ഒരു കക്ഷിയാണ്. എനിക്ക് തോന്നി കുറെ മോട്ടിവേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആസ്പെക്ട് അവിടെ നിന്നാണ് കിട്ടുന്നത്. സത്യം, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനെ വരെ കണ്ടിട്ടില്ല, സത്യം പറയാലോ. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ എപ്പോഴും കണ്ണുകൊള്ളാതിരിക്കുക. കാരണം ഇന്നലെ പോലും ഞാനും വൈഫായിട്ട് ഒരു ഫോട്ടോ ഇടുമ്പോൾ ഞാൻ വേഗം മറ്റേ ഈ കണ്ണുകൊള്ളാതിരിക്കാനുള്ള സിമ്പിൾ ഇട്ട് വെച്ചു. കാരണം എന്താ വെച്ചാൽ പേടിയാണ്. കാരണം ഇപ്പൊ ദൈവവിശ്വാസം അന്ധവിശ്വാസം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ വി ഡോണ്ട് വാണ്ട് ടു ലൂസ് ഇറ്റ്. അതാണ് ഫോർ എവർ ആണ്. അപ്പം അത് പോവാതിരിക്കാനാണ് ഞാനത് പേടിച്ചത്. എനിക്കത് ഇട്ടതും കൊണ്ട് നീ എന്താ ദൈവത്തിൽ ഇത്രയും പേടുക അല്ലെങ്കിൽ നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നത് പറഞ്ഞാലും കുഴപ്പമില്ല, റിസ്ക് എനിക്ക് ഇതിൽ മാത്രം എടുക്കണ്ട, മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തോ ഓക്കെ അടിക്കുന്ന ഒരു കക്ഷിയാണ്. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞടാ ഇതങ്ങനെയല്ല, നിന്നെ അവർ ഇതാക്കുകയാണെങ്കിൽ ഇതാക്കാണ്, ഈ പ്രശ്നം നിനക്കുണ്ട്, നീ ഇവിടെ പോയി അത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ എന്നെ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ ക്ലാസ് എടുത്ത് തന്ന് I myself feel like I'm a gentleman right now. ആ ഒരു ഫീൽ എന്നത് എൻ്റെ ഭാര്യ തന്നെയാണ് ഉറപ്പായിട്ടും. You both are growing together. വെരി വെൽ. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇന്നലെ അതായത് ഒരു 3 to 4 days ആകുമ്പോൾ ഇന്നലെ എനിക്ക് ഒരു വലിയ മെസ്സേജ്, യു ആർ ദ ബെസ്റ്റ് ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ മെസ്സേജ്. അപ്പം ഞാനിങ്ങനെ ഇത് പിന്നെ എൻ്റെ ഒരു 4 ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും, അപ്പം ഓരോ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ പവർ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനത് തിരിച്ചു ചെയ്യും. കാരണം എഴുന്നേക്കും, അതും എഴുന്നേക്കുന്ന സമയത്ത് സഡൻ ആയിട്ട് നമുക്കൊരു, നമ്മളിപ്പോ ഇറങ്ങിയപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫുൾ ഡൗൺ ആയിട്ട് എണീക്കുമ്പോൾ പോലും ഇത് കണ്ട അപ്പ എനർജി ആയി, മനസ്സിലായോ? എപ്പോഴും വീഡിയോ കോളിൽ ഇപ്പം അമരൻ സിനിമ നമുക്ക് എനിക്ക് ഫുൾ സങ്കടം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിൽ ഡൂയിങ് ലൈക്ക് ദാറ്റ്. കാരണം വെച്ചാൽ എനിക്ക് പറയുമ്പോൾ നാണക്കേടല്ല, ഷീ ഈസ് മൈ വൈഫ്, ഷീ ഈസ് മൈ ലൈഫ്. നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ ഒരുമിച്ച് കിടക്കാം. പക്ഷെ ഇപ്പോൾ അവൾ ദുബൈയിലാണ്, ഞാൻ ഇവിടെയാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി വീഡിയോ കോൾ ഓണാക്കി വെച്ചിട്ട് ഞാൻ കിടന്നു പറഞ്ഞു, സത്യം അപ്പം ഉറക്കം വരും. അപ്പൊ ആ ഒരു മൂഡ് ആകാൻ നമ്മൾ ഒരുമിച്ച് ഇതാക്കുന്നത് ഭയങ്കര റിലാക്സ് ആണ്. You're lucky actually. So let's go to the rapid fire. Best director to work with. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഡയറക്ടർ? Oh my God. അത് ഇവരുടെ കൂടെ എനിക്ക് 2ാമത്തെ പടവും ചെയ്യണം ആക്ച്വലി. അപ്പം അതുകൊണ്ട് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ് ടെൻഷനാണ്. ഐ മീൻ നിജിൻ കോയ. Okay. Best work so far ഇതുവരെ ചെയ്തതിൽ? ഓപ്പറേഷൻ ജാവ. Which was the one movie that inspired you a lot? ഒരു മൂവി കണ്ടിട്ട് ഇത് കൊള്ളാം, ഇതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ മൂവി. അങ്ങനെ തോന്നിയത് ഒരുപാട് പടങ്ങളുണ്ട്. കാരണം വെച്ചാൽ ആസ് എ സിനിമാറ്റോഗ്രാഫർ ഒരുപാട് പടം എനിക്ക് റാപ്പിഡ് ഫയർ ആയതുകൊണ്ട് ഇത്രയും പറയാനും പറ്റില്ല. അതിലേതെങ്കിലും ഓർക്കണം? ഇപ്പം ട്രീ ഓഫ് ലൈഫ്. ഓക്കെ. വൺ മൂവി യു ഫെൽറ്റ് ലൈക്ക് വർക്കിംഗ്, ഇതിൽ എനിക്കൊന്ന് വർക്ക് ചെയ്താൽ കൊള്ളായിരുന്നു. വാർ മൂവീസ്, ഓൾമോസ്റ്റ് എവറി വാർ മൂവീസ് ഐ വാണ്ട് ടു വർക്ക്. 1970? Of course, 917, Hacksaw Ridge. If not cinematography, what else? Director. Of course, director. അല്ല, ഫിലിം ഫീൽഡിലേ ഇല്ലെങ്കിൽ മേ ബി എ ഗുഡ് ഹസ്ബൻഡ് ആൻഡ് പിള്ളേരെ നോക്കി വീട്ടിലേക്ക് ഇരുന്ന് വൈഫ് വരുമ്പോൾ കുക്കി കൊടുത്ത് ഉറപ്പായിട്ട് വൈഫിനെ വർക്കിനേക്കും. എന്നിട്ട് ഞാൻ വീട്ടില് ഞാൻ ഹൗസ് ഹസ്ബൻഡ് ആയിട്ട് ഞാൻ നിൽക്കാൻ ഹാപ്പിയാണ്.
ഇക്ക നമ്മുടെ റാപ്പിഡ് ഫയർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത്രയും നാൾ ഷൂട്ട് ചെയ്തതല്ല, ഇത് കുറേ സിനിമ ചെയ്തല്ലോ, 14 വർഷമായിട്ട് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടൊരു മൂമെന്റ്, ലൈക്ക് ഇത് പോയാൽ എൻ്റെ കയ്യിൽ നിന്ന് പാളി എന്ന് തോന്നിയിട്ട് അവസാന നിമിഷം അടിപൊളിയായിട്ട് വെച്ച ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസോ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം. പക്ഷെ നമുക്ക് പലപ്പോഴും പറ്റാറുണ്ട്, സിനിമാറ്റോഗ്രഫി ഇറ്റ്സ് മോർ അബൌട്ട് സ്പോണ്ടേനിറ്റി എല്ലാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അങ്ങനെ സംഭവം ആക്ച്വലി അത് പറഞ്ഞ പ്രശ്നം അങ്ങനെ ആക്ച്വലി ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ ഇല്ല സത്യം പറഞ്ഞാൽ. ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ സിനിമ എന്ന് പറയുമ്പോ നമുക്ക് ഈ ജഡ്ജ്മെന്റ് കിട്ടില്ല. കാരണം നമ്മൾ ഡെയിലി വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഇന്നൊരു ദിവസം വർക്ക് ചെയ്താൽ തന്നെ നെക്സ്റ്റ് ഡേ അതിന് കവറപ്പ് ചെയ്യാൻ ഒരു ദിവസമുണ്ട്. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ആ തേർഡ് ഡേ വരുമ്പോഴേക്കും നമ്മൾ ഈ ഷോട്ട് എടുക്കുമ്പോൾ ഈ ഷോട്ട് ഇപ്പൊ നമ്മൾ ആ പിന്നെ ബസ്സിന്റെ ട്രക്കിന്റെ അടിയിലേ പോകുന്ന ഹെലികോപ്റ്റർ ഷോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇത് അടിക്കുന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഓരോ ഷോട്ട് ചെയ്യുമ്പോഴും നമുക്ക് നെക്സ്റ്റ് ഡേ കവറപ്പ് ചെയ്യാനുള്ള ടൈമിംഗ് ഉണ്ട്. സോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ആർക്കായാലും. കാരണം തിയേറ്ററിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞ ലാസ്റ്റ് പടം കാണുമ്പോൾ ദൈവം ഇത് ഒന്നും ആവില്ലേ എന്ന് പറയുന്നതിൽ ഓക്കെ. അല്ലാതെ നമ്മൾക്ക് ഡെയിലി ഇപ്പൊ ഇന്ന് എനിക്കൊരു മോശം ഇത് ചെയ്തതിന്റെ പണി വാളെന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ എനിക്ക് കവറപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് സിനിമ. അങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടില്ല. ഓക്കെ. ഇക്ക ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഓരോ പ്ലാൻസ് ചെയ്ത് വെച്ചേക്കുന്നത്, ഈവൻ ടു ഓസ്കർ. സോ വേർ ഡു യു സീ യുവർസെൽഫ് ഇൻ നെക്സ്റ്റ് 5 years? നെക്സ്റ്റ് 5 years ഡെഫിനറ്റ്ലി ഐ വിൽ ഡയറക്ട് എ മൂവി. ഉറപ്പായിട്ടും ഡയറക്ഷൻ ഉണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടും ഞാൻ അറിയപ്പെടും. ഓഫ് കോഴ്സ് DOP ആയിട്ട് എന്തായാലും എന്റെ പ്ലാൻ ഉണ്ട്. പിന്നെ ഐ വാണ്ട് ടു സ്റ്റാർട്ട് സം ബിസിനസ്. ഈ ഫീൽഡിൽ എനിക്ക് ബിസിനസ് താല്പര്യമില്ല. സിനിമയിൽ എനിക്ക് ബിസിനസ് താല്പര്യമില്ല. സെൻസ് ഇപ്പൊ പടം പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ബിസിനസ് ആയിട്ട് എനിക്ക് എന്റെ അസോസിയേറ്റ് അരവിന്ദ് 24 മണിക്കൂർ പറയും ചേട്ടാ ഒരു ഹോട്ടൽ കൊടുക്കുക. കാരണം ഭയങ്കര ഫുഡിയും ഈ പറഞ്ഞ പോലെ എല്ലാ ഫുഡിനൊക്കെ അത്രയും ഭയങ്കര ഇതാണ്. അപ്പം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് മേ ബി ഹോട്ടൽ, പക്ഷെ എനിക്ക് എത്രത്തോളം അറിയില്ല. ബട്ട് എന്തായാലും ഒരു ബിസിനസ് മാനും ഉണ്ട്. പിന്നെ എനിക്ക് അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ഈ AI പോലെയുള്ള ജനറേഷന് എന്ത് അവർക്ക് കൊടുക്കാം, അത് അവർക്ക് എന്ത് രീതിയിൽ അവരെ ഹെൽപ്ഫുൾ ചെയ്യാന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട് ആക്ച്വലി. അത് ആക്ച്വലി എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇതൊക്കെ എൻ്റെ ഒരു പ്ലാനിനുള്ളിലുള്ളതാണ്. പിന്നെ അതിന്റെ കൂടെ എന്റെ കോടീശ്വരിയായ ഭാര്യ. അത്ര കോടീശ്വരിയല്ല, അതെ 5 വർഷം കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് നല്ല വിശ്വാസമാണ്. ഷീ വിൽ ബി ലൈക്ക് അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ ആക്ച്വലി ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഷീ ഈസ് പ്ലാനിങ് ടു മൂവ് ടു സംതിങ് എൽസ്. ഐ മീൻ അവിടെ. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ അങ്ങ് പോയിരിക്കുകയാണ്. അവര് വേറെ തന്നെ ഒരു അതങ്ങനെ പറക്കാൻ വിടുക എന്ന് പറയാൻ പോലും നമുക്ക് അർഹതയില്ല. അവർക്ക് ചിറകുണ്ട് ആക്ച്വലി. നമുക്കും ചിറകുണ്ട്, അവർക്കും ചിറകുണ്ട്. നമ്മള് ഇങ്ങനെ കൈ പിടിച്ച് ഒരുമിച്ച് പറന്നു പോകുന്നല്ലാതെ നീ അവിടെ പറക്കണ്ടെന്ന് പറയാൻ ഒരു ഭർത്താവിനും ഇവിടെ അവകാശമില്ല. നമ്മളായിട്ട് എടുക്കുന്നതേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതങ്ങനെ അതേ സെയിം ടൈം ഈ റാപ്പിഡ് ഫയറിൽ അവരും കൂടി ആ എന്റെ ഓപ്പോസിറ്റ് ഈ 5 വർഷത്തിൽ, കാരണം ഡെഫിനറ്റ്ലി ഷീ വിൽ ബി വിത്ത് മീ. അപ്പം അവരും ആ ഒരു നല്ലൊരു മില്യണയർ ഉള്ള പൊസിഷനിലേക്ക് എത്തട്ടെ. ഇമ്മാനുവൽ ലുബസ്കി. His favorite movie? Favorite movie of അവരുടെ ചെയ്തതിൽ ബെസ്റ്റ് മൂവി, അവർ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഇഷ്ടമുള്ള Revenant. Okay, whom do you want to work with in future? Either it can be a director or an actor. Kamal Haasan sir. I mean both. As a director ആയാലും എനിക്ക് Kamal Haasan sir ഡയറക്ട് ചെയ്യുന്ന ഒരു ഇതിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. Okay. Ika, 14 years of experience. You have done almost like 8 movies. What do you want to give, like ഒരു അഡ്വൈസ് പുതിയ വരുന്ന ബിഗിനേഴ്സിന് കൊടുക്കാൻ എക്കടായിരുന്നു? ആക്ച്വലി അത് ശരിക്കും ക്യാമറയിൽ നോക്കി പറയണം. കാരണം എനിക്ക് ഈ 14 years ഓഫ് എക്സ്പീരിയൻസിൽ എനിക്ക് ഒറ്റ കാര്യമേ കിട്ടിയുള്ളൂ, സ്റ്റോപ്പേ ചെയ്യരുത്. ഇപ്പം നിങ്ങൾ ഇപ്പം സിനിമാറ്റോഗ്രാഫർ അസിസ്റ്റൻ്റ് ആയാലും ഇപ്പം ആര് അസിസ്റ്റൻ്റ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾ സിനിമയിലേക്ക് വരാൻ പോകുന്ന ആളായാലും നിങ്ങൾ ഇപ്പം കല്യാണം കഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, കല്യാണവും കഴിച്ചോ, ഒരു സൈഡ് ഇത് നിങ്ങൾ ട്രൈ ചെയ്യാം. ഒരു കാരണവശാലും മനസ്സിന്ന് ഇത് വിട്ടിട്ടൊരു പരിപാടിക്ക് പോകരുത്. അതായത് നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് വേറൊരു ജോബ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോകേണ്ടി വന്നു, നിങ്ങൾക്ക് ദുബായി പോകേണ്ടി വന്നു, അപ്പോഴൊക്കെ നിങ്ങൾ എപ്പോഴും ആ ഏരിയയിൽ ആരാണോ സിനിമാക്കാരുള്ളത് അവരുമായിട്ടൊരു കീപ്പ് ഇൻ ടച്ച് ഉണ്ടാക്കുക.
ഒരു ബന്ധം ഉണ്ടാക്കുക, ചുമ്മാ സംസാരിക്കാൻ, ഒന്ന് ഫോൺ വിളിച്ചാൽ ഒരു പുതിയ സിനിമ കാണുമ്പോൾ അതിനെക്കുറിച്ച് സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഒരാളെ, ഒരു ഫ്രണ്ടിന് എപ്പോഴും വെക്കുക. ആ സിനിമാക്കാരനാവണമെന്നില്ല, സിനിമയെക്കുറിച്ച് സംസാരിക്കുക. സിനിമയെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമേൻ്റെ ഇതാണ്, അത് അടിപൊളി, എന്ത് നല്ല സിനിമ. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാട് നോക്കി ഇഷ്ടംപോലെ ആൾക്കാർ. ഇപ്പോൾ ദുബായി പോയാൽ പോലും അല്ലെങ്കിൽ ഏത് നാട്ടിൽ പോയാൽ പോലും അവിടെ സിനിമയെ പ്രേമിച്ച് സിനിമ ചെയ്യാൻ സംഭവിച്ച് നടക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ഉണ്ടാക്കുക. ആ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാൽ പോലും ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ സിനിമ എന്നുള്ളൊരു വേർഡ് മരിക്കുന്നവരെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പോയിന്റ് ആകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ചെയ്യാൻ പറ്റും. സിനിമ ചെയ്തിട്ടേ മരിക്കൂ എന്ന് പറഞ്ഞ ഒരാൾ അതൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ സിനിമ ചെയ്തിട്ടേ മരിക്കുള്ളൂ. ലവ് ഇറ്റ്. ഫൈക്ക, ഞാൻ വിചാരിച്ച ഒരു അരമണിക്കൂർ സംസാരിച്ച് ചിലപ്പോൾ ഈ പോഡ്കാസ്റ്റ് തീർക്കാതായിരുന്നു. ഇപ്പോ ഓൾമോസ്റ്റ് 2 മണിക്കൂർ അടുത്ത് നമ്മൾ സംസാരിച്ചു. ടോട്ടലി വരുന്നത് ഇപ്പൊ ഞാനേക്ക് 4-5 മണിക്കൂറായി നമ്മൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, ഞാൻ എന്താ ചോദിക്കേണ്ട പകുതി സാധനങ്ങൾ ഇവിടെ വെച്ചേക്കാണ്. കുറെ അധികം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. അതിന് നമുക്ക് വേറെ ഏതെങ്കിലും സന്ദർഭത്തിലാക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. ആൻഡ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റി. എന്നേലും ഒരു കാലത്ത് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. തീർച്ചയായും. സോ താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് us. ഒരു ചെറിയ ഗിഫ്റ്റ് ഞങ്ങളുടെ സൈഡിൽ ഉണ്ട്. അങ്ങനെ വെള്ളം നടക്കുന്ന ചെടിയാണോ? ഒറിജിനൽ ചെടി. ഓക്കെ, ഇത് വളർത്തി വലുതാക്കി എന്നേലും ഞാൻ വരുമ്പോ എന്നെ കാണിച്ചു. തീർച്ചയായും. താങ്ക് യു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഗുഡ്. എന്തായാലും അടുത്ത നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ എന്തെങ്കിലും ലൈവ്ലി ആയിട്ട് വെക്കുമ്പോൾ നമുക്കൊരു എനർജിയാണ്. പിന്നെ ഉറപ്പായിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. See you in the next episode.